ഹായ് ചങ്ങാതിമാരെ, നമ്മളിന്ന് പോകുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ്. ആ പോകുന്ന വഴി നമുക്കൊന്ന് കാണാം. ഹിൽ പാലസിനകത്ത് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഹിൽ പാലസിൻ്റെ അകം കാണിക്കുന്നില്ല, പുറം കാണാം. നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ലക്ഷ്യമാക്കി പോകുന്ന വഴിക്ക് കണ്ട മനോഹരമായ ഒരു സ്ഥലം അല്ലേ. ആ ആകാശവും മേഘവും ആ പച്ചപ്പും ആ വഴിയും എത്ര ഭംഗിയാണ്, കണ്ടില്ലേ? നമ്മൾ കാണുന്ന പോലെ നമ്മുടെ മനസ്സിനും ഉന്മേഷം പകരുന്നതാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആ സ്ഥലത്തിലുപരി ഇപ്പോൾ നമ്മളൊരു പാലത്തിലോട്ട് കയറും. ഏകദേശം ഭാരതപ്പുഴ പോലെയുള്ള ധാരാളം ആർച്ചുള്ള നല്ല ഒരു സ്ഥലമാണ്. കാരണം ആ പട്ടണത്തേക്കാൾ ഉപരി ആർച്ചിൻ്റെ ഉള്ളിലൂടെ പോകാൻ നല്ല രസമാണ്. കണ്ടില്ലേ? നിങ്ങൾ ഈ സ്ഥലം പരിചയമുണ്ട് തീർച്ചയായും വീഡിയോ താഴെ കമൻ്റായി രേഖപ്പെടുത്താണ്. ഞങ്ങൾ അങ്ങനെ ആ പാലവും കടന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്ക് കടക്കുകയാണ്. നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ കവാടത്തിൽ പാസ് എടുക്കാൻ വേണ്ടി കൂടെയുള്ള സുഹൃത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഹിൽ പാലസിൻ്റെ ഫ്രണ്ടിലേക്ക് വാഹനത്തിൽ കൂടിയാണെങ്കിൽ റോഡ് മാർഗം മുകളിലെത്തുകയും ചെയ്യാം. അതെല്ലാം നടന്നാണെങ്കിൽ നേരിട്ട് സ്റ്റെപ്പും ഉണ്ട്. നമ്മളിപ്പോൾ കയറുന്നില്ല, റൈറ്റ് സൈഡിലായിട്ടാണ് സ്റ്റെപ്പ്. അങ്ങനെ വാഹനത്തിൽ നമ്മൾ അതിൻ്റെ ടോപ്പിലോട്ട് കയറുകയാണ്. നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് പറയിൽ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതെവിടെയെന്ന് വെച്ചാൽ ഹിൽ പാലസിൽ കയറിയാൽ ബാൽക്കണി പോലെയുള്ള ഹിൽ പാലസിൻ്റെ 2ാം നിലയിൽ തന്നെ ബാൽക്കണി പോലുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നോക്കിയാൽ കാണാവുന്ന മനോഹരമായ ദൃശ്യമാണ് അല്ലേ. എന്ത് രസമാണെന്ന് കണ്ടില്ലേ? ആ നല്ല വ്യൂ, ആ ഫ്ലാറ്റും ആ മരങ്ങളും ആ കയറി വരുന്ന വഴിയും എല്ലാം കാണാം. നല്ല രസമാണ്. ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലെ എല്ലാ പഴക്കം ചെന്ന എല്ലാ വസ്തുക്കളും കണ്ടതിന് ശേഷം മറ്റു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? എൻ്റെ ബാക്കിൽ കാണുന്നത് എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് പണ്ട് കാലങ്ങളുണ്ടെന്ന് പറഞ്ഞ ദിനോസർ. ദിനോസറല്ലേ? എന്റെ പല്ല് വെച്ചില്ലെന്ന് തോന്നുന്നു. ഒരു നാക്കുണ്ടെന്ന് മനസ്സിലായി. നാക്കല്ലേ? നാക്ക് എങ്ങനെ? ചൊറിയണം മുളച്ചിട്ടുണ്ട്. എന്നാ ചൊറിച്ചിൽ വരുമ്പോ ജയിക്കാൻ വേണ്ടിയുള്ള അതിന്റെ വാല്. നമുക്ക് നേരെ അതിന്റെ അടുത്ത് പോയാലോ? നമ്മളിത് കാണുമ്പം ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ്, കണ്ടില്ലേ? നമ്മളിതിനെ നേരിട്ട് കണ്ടില്ലെങ്കിലും ഏകദേശം ഒറിജിനൽ പോലെ തോന്നുന്നുണ്ട്. ആ ഒരു മുഴുപ്പും അതുപോലെ 2 കൈ, 2 കാല്, ഒരു വാല്. ഇതാണ് എൻ്റെ ചുറ്റുവട്ടം. നമ്മൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ ഹിൽ പാലസാണ്. നമ്മുടെ കൂടെ വന്ന 3 ചങ്ങാതിമാരും അവിടെയുണ്ട്. ആ ദിനോസറിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇതല്ലേ? നിങ്ങൾ ഈ ദിനോസറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ തൊട്ട് താഴെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ് അല്ലേ. ഹിൽ പാലസിൻ്റെ അകത്ത് ഫോട്ടോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. മ്യൂസിയം, ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, ക്യാൻറ്റീൻ, ഈ കൊട്ടാരത്തിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ.